ഇന്ന് ഞാൻ ചക്ക വെച്ചത് ചക്കപ്പുഴുക്കും കഞ്ഞിയുമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചക്ക പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു കഷ്ണം ചക്ക, ഇത് ചക്കപ്പുഴുക്കിന് പാകമായ ചക്കയാണ്, ഇതാണ് എടുത്തത്. ഇത് പഴുപ്പിക്കാൻ പാകമായിട്ടില്ല. അപ്പോൾ പുഴുക്കിന് ചക്ക എരിശ്ശേരി ഇതൊക്കെ ഉണ്ടാക്കാൻ പാകമായ ചക്കയാണ് ഞാൻ എടുത്തത്. ഈ ഒരു കഷ്ണം ചക്ക നമുക്ക് നന്നാക്കാം. ഈ തൊലി കളയണം. ഈ തൊലി ഇങ്ങനെ കളഞ്ഞ് ആ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഈ നല്ല ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കാം. പണ്ട് വീട്ടിൽ അമ്മമാരുണ്ടാക്കാൻ മുറത്തിൽ ചക്ക വെച്ചിട്ട് മേലെ ഇങ്ങനെ കുത്തി പോക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്ത് കുരു ഇങ്ങനെ ചൂന്നെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എടുത്തിട്ട് അതിങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കാം. ഈ ഭാഗം കളയരുത്. ഇത് നമുക്ക് ചക്കയ്ക്ക് എടുക്കാൻ പറ്റുന്ന ചുള മാത്രമല്ല എടുക്കുക. ഇങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ കളയാൻ പാടില്ല. അങ്ങനെ എടുത്തിട്ട് ചുളയൊക്കെ എടുത്തിട്ട് നമ്മൾ കുരു മാത്രമേ കളയാൻ പാടുള്ളൂ. കുരുവിൻ്റെ ഈ ഭാഗം നമുക്ക് എടുക്കാം. ഇതൊക്കെ നല്ല സാധനങ്ങൾ, ഇതും കളയരുത്. കുരു മാത്രം നമുക്ക്, കുരുവിൻ്റെ പുറമേയുള്ള തൊലി മാത്രം, കുരു മാത്രമല്ല കുരുവിൻ്റെ ഈ തൊലി മാത്രം നമുക്ക് കളയാൻ പറ്റുക. അത് എളുപ്പത്തിലൊരു വഴിയുണ്ട്. അത് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ മുറിച്ച് വെച്ചാൽ നമുക്ക് തൊലി പോക്കാൻ എളുപ്പമാണ്. കുരു മാത്രം എടുത്തിട്ട് ഈ കുരു എടുത്തിട്ട് അതെടുത്ത് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ നന്നാക്കി വെച്ച ചക്കയാണത്. ഇതിന് നമുക്ക് കുക്കറിൽ മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചക്കയിലേക്ക് അരച്ചിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീസ്പൂണിന് ഒരു 3/4 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളി, ഇത്ര വെളുത്തുള്ളി എടുത്തേ, ഒരു തേങ്ങാമുറിയുടെ 1/4 ഭാഗം തേങ്ങയുണ്ട്. 1/4 ഭാഗം തേങ്ങ ചിരവിയത്, വെളുത്തുള്ളി, ജീരകം, ഇതാണ് ഞാൻ അരവിന് വേണ്ടി എടുത്തത്. ചക്കയിലേക്ക് അരച്ചിടാൻ വേണ്ടിയിട്ട് ഇട്ട സാധനങ്ങളാണിത്. നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ഇത് നമ്മളെ ചക്ക പാകമായിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അതിൽ കൂട്ടി വേവിച്ച ചക്കയിലേക്ക് അരച്ച് വെച്ച തേങ്ങ കൂട്ടി യോജിപ്പിക്കുക. കറിവേപ്പില ഇടുക. ഉണക്കമുളക് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഉണക്കമുളക്. മുളകും പൊടി വേണ്ടെങ്കിൽ പച്ചമുളക് തേങ്ങയിൽ കൂട്ടി അരച്ചാലും മതി. അപ്പം മുളകും പൊടി ചേർക്കണമെന്നില്ല. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് തേങ്ങയിൽ കൂട്ടി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, 1 ഉള്ളി കറിവേപ്പിലയും വേണമെങ്കിൽ കൂട്ടി അരച്ച് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. കഞ്ഞി, ചക്കപ്പുഴുക്ക് ഇതാക്കിയാലോ. അപ്പോൾ സീസൺ ആയല്ലോ ചക്കേൻ്റെ. ഇനി ചക്ക കഴിക്കുന്നത് നല്ലതാണ്. ചക്കേൻ്റെ കുരുവിൻ്റെ തൊലി മാത്രം കളഞ്ഞാൽ മതി. അങ്ങനെ ആണ് വെക്കണത് ഏറ്റവും നല്ലത്.